وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു അവസരം കൂടി പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിലേക്ക് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വന്നെത്തുകയാണ്. വിശ്വാസിയുടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും അതിനു വേണ്ടുന്ന മാനസികമായ ഭക്ഷണങ്ങൾ നൽകി ദേഹേച്ഛകളിൽ നിന്നും മതവിരുദ്ധമായ താല്പര്യങ്ങളിൽ നിന്നുമൊക്കെ കഴുകി ശുദ്ധീകരിക്കേണ്ടതുണ്ട്. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസത്തെ വ്രതം അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ഇസ്ലാം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെ പകൽ സമയത്ത് മാറ്റി നിർത്തണം എന്ന ഒരു കൽപ്പനയാണ് വ്രതാനുഷ്ഠാനത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭക്ഷണം കഴിക്കുക, അതുപോലെ വിവാഹിതരായ ആളുകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, ഇത് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള, അനുവദിച്ചിട്ടുള്ള ഇസ്ലാമിന്റെ നടപടിക്രമങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ്. പക്ഷേ നോമ്പുകാരൻ പകൽ സമയത്ത് ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രഭാതം മുതൽ സൂര്യാസ്തമയം വരെ വിട്ടുനിൽക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ കൽപ്പിക്കും. അനുവദിക്കപ്പെട്ട ഒരു വിഷയം തന്നെ നിശ്ചിത സമയത്തേക്ക് മാറ്റി നിർത്തി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുവാനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് അവന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുമുള്ള ഒരു പരിശീലനമാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ കേൾക്കുകയും അറിയുകയും ചെയ്തിട്ടുള്ള, മനസ്സിലാക്കിയിട്ടുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ ഏതാനും ആയത്തുകളിലായി ബനൂ ഇസ്രായേലിൽപ്പെട്ട ഒരു പ്രവാചകന്റെ ചരിത്രം വിശദീകരിക്കുന്നത് കാണാം. ഏത് പ്രവാചകനാണെന്നോ ഏത് കാലഘട്ടത്തിലുള്ള പ്രവാചകനാണെന്നോ വിശദീകരിക്കാതെ ഒരു പ്രവാചകൻ എന്ന പരാമർശം സൂചിപ്പിച്ചുകൊണ്ട് ആ പ്രവാചകനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞു, ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന് നേതൃത്വം നൽകാവുന്ന ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരാനായി അള്ളാഹുവിനോട് താങ്കൾ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിച്ചു തരണം. അപ്പൊ തിരിച്ച് അവരോട് ചോദിച്ചു, അല്ല, യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, പക്ഷേ യുദ്ധം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടാൽ നിങ്ങൾ ആ കൽപ്പനയിൽ നിന്ന് പിന്മാറുമോ? അപ്പൊ ഈ ആളുകൾ തിരിച്ചു ചോദിച്ചു, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന്, ഞങ്ങളുടെ സ്വത്തിൽ നിന്നൊക്കെ ആട്ടി പുറത്താക്കപ്പെട്ടു. ഈ പുറത്താക്കപ്പെട്ട ഞങ്ങൾ പുറത്താക്കിയ ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാതിരിക്കാൻ എന്ത് കാരണമാണുള്ളത്, അല്ലെങ്കിൽ എന്ത് തടസ്സമാണ് ഉണ്ടാവുക? ഞങ്ങൾ സന്നദ്ധരാണ്. എന്നാൽ യുദ്ധം അവരുടെ ആവശ്യമനുസരിച്ച് അള്ളാഹു നിയമമാക്കിയപ്പോൾ തവല്ലൗ ഇല്ലാ ഖലീലൻ മിൻഹും, അവരിൽപ്പെട്ട ഒരു ചെറിയ സംഘം ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ അവരാവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹു നിയമമാക്കിയ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ ബഖറയിലെ 246 മുതലുള്ള ആയത്തുകളിൽ സൂചിപ്പിക്കുന്നു. ആരെ നേതാവാക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ നേതാവായി നിശ്ചയിക്കപ്പെട്ട താലൂത്ത് എന്ന് പറയുന്ന അവരുടെ നേതാവിന്റെ കൂടെ യുദ്ധം
യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. വലമ്മാ ഫസല താലൂത്ത് ബിൽ ജുനൂദ്, താലൂത്ത് എന്ന സേനാനായകൻ സൈന്യത്തെയുമായി ശത്രുക്കളടുക്കിലേക്ക് നാട് വിട്ട് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു കൽപ്പന ആ ആളുകളോട് പറഞ്ഞു, ഇന്നല്ലാഹ മുബ്തലീകും ബിനഹർ, അല്ലാഹു നിങ്ങളെ ഒരു നദി കൊണ്ട് പരീക്ഷിക്കുന്നു. വമൻ ശരിബ മിൻഹു ഫലൈസ മിന്നി, ആ നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. വമൻ ലം യതഅംഹു ഫഇന്നഹു മിന്നി, ആരാണോ ഈ വെള്ളം കുടിക്കാതിരിക്കുന്നത് അവൻ എന്റെ കൂട്ടത്തിൽപ്പെട്ടവനാണ്. ഇല്ലാ മൻ യതറഫ ഗുർഫതൻ ബിയദി, അത്യാവശ്യമുള്ള ആളുകൾക്ക് അവന്റെ കൈകൊണ്ട് ഒരു കോരൽ വെള്ളം അവന് കുടിക്കാം, അതധികം കുടിക്കാൻ പാടില്ല. ഫശരിബു മിൻഹു ഇല്ലാ ഖലീലൻ മിൻഹു, കുറച്ച് ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ നന്നായി വെള്ളം കുടിച്ചു. അപ്പൊ എന്താ, യുദ്ധത്തിന് ഞങ്ങൾ തയ്യാറാണ്, ഞങ്ങൾ മർദ്ദിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് യുദ്ധം ചെയ്യാനുള്ള അനുവാദം വേണം എന്ന് ആവശ്യപ്പെട്ട് സ്വയം സന്നദ്ധരായി യുദ്ധത്തിന് പോകുന്ന ആളുകളെ അല്ലാഹു ഒരു പരീക്ഷണം നടത്തുന്നു. ഒരു നദി മുറിച്ചു കടക്കുന്നു, അല്പം വെള്ളം കുടിക്കണം. സാധാരണഗതിയിൽ യാത്രയിൽ ക്ഷീണമുണ്ടാകും, ദാഹമുണ്ടാകും. നദിയിലൂടെയുള്ള വെള്ളം തണുത്ത വെള്ളമായിരിക്കും. അപ്പൊ ആ വെള്ളമൊന്നും കുടിക്കുക എന്നുള്ളത് സ്വാഭാവികമായും ഒരു താല്പര്യവും അതുപോലെ തന്നെ ആവശ്യവുമാണ്. പക്ഷെ അള്ളാഹു ഒരു ചെറിയ ഒരു പരീക്ഷണം, വളരെ നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു പരീക്ഷണത്തിന് അവരെ അള്ളാഹു വിധേയമാക്കും. വെള്ളം കുടിക്കരുത്, ഈ നദിയിലെ വെള്ളം കുടിക്കരുത്, വിഷമുള്ളത് കൊണ്ടല്ല. പക്ഷെ അള്ളാഹു നിങ്ങളോട് പറയുന്നു കുടിക്കരുത്, അത്യാവശ്യമുള്ളവൻ ഒരു കോരൽ കുടിക്കരുത്. പക്ഷേ അള്ളാഹുവിനോട് യുദ്ധം ചെയ്യാൻ അനുവാദം വേണമെന്ന് ആവശ്യപ്പെട്ട ഈ ജനങ്ങളിൽ, പട്ടാളക്കാരിൽ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ കൽപ്പന പാലിച്ചത്. എന്തേ ഉണ്ടായത്? എന്തിനാണ് അള്ളാഹു ഇങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഒരു പരീക്ഷണം അവർ നടത്തിയത്? ഈ ആയത്ത് തുടങ്ങുന്നത് തന്നെ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ് ഒരു നദി കൊണ്ട്. അങ്ങനെ നദി മുറിച്ചു കടന്നപ്പോൾ വിശ്വസിച്ച ആളുകൾ പറഞ്ഞു, ഞങ്ങളുടെ ശത്രുവായ ജാലൂത്തിനോടും ജുനൂദിഹി, അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല. ആവശ്യപ്പെട്ട ആളുകളാണ് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ? വലിയ ഒരു കൽപ്പനയാണ് യുദ്ധം ചെയ്യുക എന്നുള്ളത്. ആ യുദ്ധം ചെയ്യുക എന്ന കൽപ്പന പാലിക്കാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ചെറിയ ചെറിയ നിയമങ്ങൾ പോലും പാലിക്കാൻ കഴിവും വിശ്വാസവുമുള്ള ആളുകൾക്ക് പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന ഒരു പാഠത്തിന് വേണ്ടിയാണ് അള്ളാഹു ഇത്തരം ഒരു കൽപ്പന നൽകിയത്. അപ്പൊ നേരത്തെ ഇഷ്ടം പോലെ വെള്ളം കുടിച്ച ആളുകളാണ് ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞത്. എന്നിട്ടോ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് വിചാരിച്ച ആളുകൾ അന്നഹും മുലാഖുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ടി വരും, ഈ കൽപ്പിച്ച അള്ളാഹുവിനെ നാളെ കാണേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ ചുരുക്കം ചില വിശ്വാസികൾ പറഞ്ഞു, എത്ര കൊച്ചു കൊച്ചു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത്. അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി അള്ളാഹു ക്ഷമിക്കുന്ന ആളുകളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ശത്രുക്കളുമായി യുദ്ധത്തിന് തയ്യാറെടുത്തപ്പോൾ ആ ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ചവനെ ഞങ്ങൾക്കിനി ക്ഷമ, ഞങ്ങൾക്കും ഇതിനി ചൊരിഞ്ഞു തരണമേ, ഞങ്ങളുടെ കാൽപാദങ്ങൾ ശത്രുക്കൾക്ക് മുമ്പിൽ ഉറപ്പിച്ചു നിർത്തണമേ, ഈ അവിശ്വാസികളായ ജനതക്കെതിരിൽ ഞങ്ങൾക്കിനി വിജയം നൽകണമേ. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുവിൽ വിശ്വസിച്ച ഈ നിസ്സാരമായ കൽപ്പന പാലിക്കാൻ സാധിച്ച ആളുകൾ വമ്പിച്ച ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തുകയും ജാലൂത്തിനെ കൊല്ലുകയും ചെയ്തു എന്ന് ഖുർആൻ തുടർന്നുള്ള ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നു. ഞാൻ ആ ചരിത്രം വിശദീകരിക്കാനല്ല, ഒരുപക്ഷെ നമ്മൾ കേട്ടതായിരിക്കും. പക്ഷേ ഒരു യുദ്ധത്തിന് പോകുന്ന ആളുകളെ അല്പം വെള്ളം കുടിക്കുന്ന വിഷയത്തിൽ ഒരു പരീക്ഷണത്തിന് വിധേയമാക്കിയത് നമുക്കിതിൽ വലിയൊരു പാഠമാണ്. എന്താണ്? നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, നോമ്പ് എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമല്ല. അല്പസമയം അള്ളാഹു അനുവദിച്ച ഭക്ഷണവും അവൻ അനുവദിച്ചിട്ടുള്ള ഇണകൾ തമ്മിലുള്ള ലൈംഗിക ബന്ധവും തൽക്കാലത്തേക്ക് ഏതാനും മണിക്കൂറുകൾ മാറ്റിവെക്കണം. അതുപോലെ തന്നെ നാവും അവന്റെ തെറ്റായ ചിന്തകളും ഒക്കെ ഒന്ന് മാറ്റി നിർത്തി നല്ല അവസ്ഥയിലൂടെ അല്പസമയം മുന്നോട്ട് പോവുക, മനസ്സിനെ പാകപ്പെടുത്തുക. അപ്പൊ ഒരു വെള്ളം കുടിക്കുന്നതിൽ നിന്ന് പരീക്ഷിച്ച ആ ആളുകളെ ഇതിൽ രണ്ടും താരതമ്യം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്,
അവിടെയും അനുവദിച്ച വിഷയമാണ് തടഞ്ഞുകൊണ്ട് പരീക്ഷിച്ചത്. ഇവിടെയും അനുവദിച്ച വിഷയമാണ് തൽക്കാലത്തേക്ക് തടഞ്ഞുകൊണ്ട് പരീക്ഷിക്കുന്നത്. എന്തിനാണ്? ജീവിതമാകുന്ന ഭൗതിക പ്രതിഭാസങ്ങളുമായി, ജീവിത സാഹചര്യങ്ങളുമായി, തിന്മയുടെ ലോകവുമായി ഏറ്റുമുട്ടുമ്പോൾ അള്ളാഹുവിന്റെ നിയമത്തെ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ആരൊക്കെ തയ്യാറുണ്ട്? അതിനെ മനസ്സിനെ പാകപ്പെടുത്താനാണ് അള്ളാഹു വ്രതത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതുകൊണ്ടാണ് വ്രതത്തെ സംബന്ധിച്ച ആയത്തിന്റെ അവസാനം നമുക്ക് കാണാം, ലഅല്ലക്കും തത്തഖൂൻ. സാധാരണ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന എല്ലാ മുസ്ലിങ്ങൾക്കും അറിയുന്ന ഒരായത്താണ്. ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. പലപ്പോഴും പല ആളുകളും അതിന് തഖ്വയുള്ളവരായേക്കാം എന്ന് അർത്ഥം പറയാറുണ്ട്. പക്ഷെ അങ്ങനെ അർത്ഥം പറയരുത് എന്നാണ് മുഫസ്സിറുകളായ പല ആളുകളും വിശദീകരിച്ചിട്ടുള്ളത്. ആയേക്കാം എന്ന് പറഞ്ഞാൽ തഖ്വ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്നാൽ അങ്ങനെ ഒരു ഊഹത്തിനുള്ള വിഷയത്തിനല്ല അള്ളാഹു നിയമങ്ങൾ നടപ്പിലാക്കുന്നത്, മറിച്ച് അവിടെ കാരണം നിശ്ചയിച്ചുകൊണ്ടാണ്. എന്തിനാണ് നോമ്പ്? തഖ്വ ഉണ്ടാകാൻ വേണ്ടിയാണ്. അപ്പൊ ആ മനസ്സിനെ പാകപ്പെടുത്തി ശുദ്ധീകരിച്ച് നന്നാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം, അതിന് വീണ്ടും ഒരവസരം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇനിയും ദിവസങ്ങളുടെ ആയുസ്സുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു. ഇത് വലിയ ഒരു അനുഗ്രഹമായി നമ്മൾ കാണണം, അത് ഉപയോഗപ്പെടുത്തണം എന്നാകുന്നു ഒന്നാമതായി എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടാമത്തേത്, നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മഴക്കാലമാണെങ്കിലും മഴ കുറവാണ്. പക്ഷേ ഇവിടെ നല്ല ചൂട് അറബ് രാജ്യങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ചൂട് സഹിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ കേൾക്കാൻ സാധിച്ചു, ഏകദേശം 15.25 മണിക്കൂർ നോമ്പനുഷ്ഠിക്കാം. 50 ഡിഗ്രി സെൽഷ്യസോളം വരുന്ന ചൂട് ഉച്ചയ്ക്ക് ശേഷം കൂടി വരാൻ പോകും. ഈ കൊടും ചൂടിൽ അല്പസമയമല്ല, 12 അല്ല, 15.25 മണിക്കൂർ ദീർഘമായ സമയം വ്രതമനുഷ്ഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരു അല്പം പ്രയാസത്തോടു കൂടിയുള്ള ഒരു പരീക്ഷണത്തിന് നമ്മൾ വിധേയമാകണം. ഇനി ഈ ചൂടുകാലത്തുള്ള നമ്മുടെ ഈ നോമ്പിനെ ഒന്നുകൂടി നമ്മുടെ സാഹചര്യവും പരലോകവുമായി തട്ടിച്ചു നോക്കിയാൽ അവിടെയും നമുക്ക് ഒന്നുകൂടി റമദാനിനെ സ്വീകരിക്കാൻ മാനസികമായി തയ്യാറെടുക്കേണ്ടതുണ്ട് എന്ന ഒരു പാഠം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ചൂട് എന്ന് പറയുന്നത് ദുനിയാവിലുള്ളതിന്റെ 69 ഇരട്ടിയാണ് അത് പരലോകത്ത് നരകത്തിൽ വർദ്ധിപ്പിക്കപ്പെട്ടത് എന്ന് ഹദീസുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഹാബികളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഇതുതന്നെ എമ്പാടുമാണല്ലോ, ഏത് 69 അല്ലെങ്കിൽ 70 വർദ്ധിപ്പിക്കേണ്ടതില്ല, അതിന്റെ ഒരംശമായ 70-ൽ ഒരംശമായ കാഫിയ, ഇത് തന്നെ മതിയല്ലോ പടച്ചോനെ നബിയെ. ഇത് ഇവിടെ അനുഭവിക്കുന്ന ചൂട് തന്നെ മതി മനുഷ്യനെ സൃഷ്ടിക്കാൻ, അല്ലേ? പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? AC ഇല്ലെങ്കിൽ ജീവിക്കാൻ സാധ്യമാണ്? നിലവും അന്തരീക്ഷവും കെട്ടിടവും ഇങ്ങനെ ഒന്നായി ചൂട് പിടിച്ച് പൊള്ളുന്ന സാഹചര്യത്തിൽ ഈ ഒരു ചൂട് തന്നെ മതിയായതാണല്ലോ, പിന്നെ എന്തിനാണ് ഇരട്ടിപ്പിക്കപ്പെട്ടത് എന്ന് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുത്തു, നരകം അതിന്റെ ചൂട് കാരണത്താൽ അതിന്റെ ചില പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നു, ചുരുങ്ങിപ്പോകുന്നു. നരകം അള്ളാഹുവിനോട് ആവലാതിപ്പെട്ടു, അള്ളാഹുവേ, ഇതാ നരകത്തിന്റെ ചില ഭാഗങ്ങൾ ചുരുങ്ങിപ്പോകുന്നു ചൂട് കാരണത്താൽ. നരകം അള്ളാഹുവിനോട് പരാതി, ശിക്കായത്ത് ബോധിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അനുവദിച്ചു കൊടുത്തു, 2 ശ്വാസങ്ങൾ നരകത്തിന് അനുഭവിച്ചു. ഇത് ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഒരു നിശ്വാസം അത് ചൂടുകാലത്തും, ഒന്ന് തണുപ്പ് കാലത്തും. ചൂടുകാലത്ത് നരകം പുറത്തേക്ക് വിടുന്ന അതിന്റെ നിശ്വാസമാണ് ദുനിയാവിൽ മനുഷ്യൻ അനുഭവപ്പെടുന്ന ചൂടിന്റെ അംശം എന്നും അതേ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി. വഅശദ്ദു മാ തജിദൂന മിനൽ ഹർ വമിൻ സമൂമിഹാ വഅശദ്ദു മാ തജിദൂന മിനൽ ബർദി ഫമിൻ സംഹരീഹാ. നിങ്ങൾക്ക് ദുനിയാവിൽ അനുഭവപ്പെടുന്ന ഏറ്റവും കഠിനമായ ചൂട് നരകം ശ്വസിക്കുന്ന അതിന്റെ നിശ്വാസത്തിൽ പുറത്തേക്ക് വിടുന്ന ചൂടിന്റെ ഭാഗമാണ്. ദുനിയാവിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കോരിത്തരിക്കുന്ന തണുപ്പ് അത് നരകത്തിന്റെ തണുപ്പിൽ നിന്നുള്ളതാണ് എന്ന് വ്യത്യസ്തമായ ഹദീസുകളിൽ ഇതിലേക്ക് ആശയങ്ങൾ വിശദീകരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാണ്? നരകത്തിലേക്ക് പോകേണ്ടുന്ന മനുഷ്യൻ
അല്ലെങ്കിൽ പരലോകത്ത് നരകമെന്നും സ്വർഗമെന്നുമുള്ള രണ്ടവസ്ഥകളുണ്ട്. ആ നരകത്തിലുള്ളത് അതികഠിനമായ ചൂടാണ്. ആ ചൂടിന്റെ 70 ഒരംശമാണ് മനുഷ്യ ദുനിയാവിൽ നീ അനുഭവിക്കുന്ന ഈ 50 ഡിഗ്രി സെൽഷ്യസ് ചൂട്. 50 × 70 കണക്കുകൂട്ടി നോക്കൂ. ഈ 70 ഇരട്ടി ദുനിയാവിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ച് വളരെ നിസ്സാരമായ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ സാധിക്കാതെ പോയാൽ പരലോകത്തിന് അനുഭവിക്കേണ്ടി വരും എന്ന് ഓരോ വർഷവും മനുഷ്യനെ അനുഭവിപ്പിച്ച് ഈ ചൂട് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതല്ല, ഇതിനേക്കാൾ വലുത് വരാൻ. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, ഈ കഠിനമായ ചൂടനുഭവിക്കുന്ന കാലാവസ്ഥയിൽ നോമ്പ് നോൽക്കാൻ പോകുന്ന നമ്മൾ ഓർക്കേണ്ടത്, ഇതിന്റെ 70 ഇരട്ടി ശിക്ഷയിലേക്ക്, നരകച്ചൂടിലേക്ക് പോകാതെ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു കനിഞ്ഞരുളിയിട്ടുള്ള റമളാൻ മാസം എന്നുള്ള സുവർണാവസരം ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്തി അത് ധന്യമാക്കാനുള്ള ഒരു പ്രതിജ്ഞ ഈ ഒരു സന്ദർഭത്തിൽ നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ ചൂടിനോടൊപ്പം പൊടിക്കാറ്റുകൾ നമ്മൾ അനുഭവിക്കുന്നു, അല്ലെ? ശക്തമായ പൊടിക്കാറ്റുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പൊടി ഉള്ള സമയത്ത് ആളുകൾ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. മുഖവും അതുപോലെ തന്നെ ചെവിയുമൊക്കെ പൊത്തിപ്പിടിച്ച് ഡബല് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉപയോഗിച്ചോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പുറത്തിറങ്ങുന്നത്. അല്ലെങ്കിൽ പൊടിക്കാറ്റുള്ളപ്പോൾ പുറത്തിറങ്ങുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലും നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട്. ഇതും നമ്മെ പരലോകത്തെ അല്ലെങ്കിൽ നരകത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരണ്ട കാൽപാദങ്ങൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല. ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാഅക്ക് പോകുന്ന സന്ദർഭത്തിൽ ഒരു സഹാബി മറ്റൊരു ആബിയോട് സൂചിപ്പിച്ചു കൊടുക്കുന്ന വിഷയം, വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ജമാഅത്ത് നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുമ്പോൾ മൂക്കിൽ പൊടിയാകണം, കാലിൽ പൊടിയാകണം, ചൂടുകാലമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതൊരു തന്റെ കാൽപാദങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടി പുരളുന്നുവോ ആ കാൽപാദങ്ങളുടെ മേൽ അല്ലെങ്കിൽ അവന്റെ മേൽ നരകത്തെ അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു. കേട്ടോ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു. പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ്. അങ്ങനെ പോകുമ്പോൾ പൊടി പുരളുന്നത് അള്ളാഹുവിന്റെ പരലോകത്തുള്ള നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് എന്നാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വലാ യജ്തമിഉ ഗുബാറുൻ ഫീ സബീലില്ലാഹ് വദുഖാനു ജഹന്നം ഫീ മൻഖറി മുസ്ലിമിൻ അബദ. ഒരുപാട് ഹദീസുകളിൽ കാണാൻ കഴിയുന്ന ഒരു ഹദീസ്, ഒരു മനുഷ്യന്റെ ആസാരന്ത്രങ്ങളുടെ ഉള്ളിലേക്ക് കാറ്റടിക്കുമ്പോൾ അടിച്ചു കയറുന്ന പൊടിയും, അല്ലെ, മൂക്ക് പൊടികൾ നമ്മൾ ശ്വസിക്കുമ്പോൾ പൊടിപടലങ്ങൾ ഉള്ളിലേക്ക് കയറും. അത് ഉള്ളിൽ പോകാതിരിക്കാനാണ് ഈർപ്പം മൂക്കിൽ അല്ലാഹു ഏർപ്പെടുത്തിയത്, നമ്മളാരും ഏർപ്പെടുത്തിയതല്ല. പൊടിപടലങ്ങൾ അവിടെ പിടിച്ചു കിടക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യന്റെ മൂക്കിലെ 2 ദ്വാരങ്ങളിൽ പൊടിയും നരകത്തിന്റെ പുകയും ഒരുമിച്ച് കൂടുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പൊടിപടലം അനുഭവിക്കേണ്ടി വരുന്ന ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ് അത് അനുഭവിക്കുന്നത് എങ്കിൽ നാളെ അവന്റെ മൂക്കിൽ നരകത്തിന്റെ പുക കയറുകയില്ല എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ പോകേണ്ടി വരില്ല എന്നാകുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അപ്പൊ സഹോദരന്മാരെ, ഈ പൊടിയിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്ന വിഷയവും ഈ സാഹചര്യവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മുടെ മനസ്സിനെ തട്ടിയുണർത്തേണ്ടുന്ന വിഷയമാണ്. ഇടക്കിടക്ക് റുതുബ, ഹ്യൂമിഡിറ്റി അനുഭവപ്പെടുന്നു, വിയർത്തൊലിച്ച് കുളിക്കുന്നു. ഈ സാഹചര്യത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കണം. AC-യിൽ താമസിക്കാൻ കഴിയാത്ത, മരുഭൂമിയിൽ ജോലി ചെയ്യുന്ന, ചപ്രയിൽ താമസിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. ചൂട് അനുഭവിക്കുന്ന, വിയർക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദുനിയാവിലുള്ള വിയർപ്പിനേക്കാൾ പരലോകത്ത് ഒരു വിയർപ്പ് വരാനുണ്ട്. ഹദീസ് വിശദീകരിക്കാൻ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആളുകൾ വിയർത്ത് അവരുടെ മൂക്കുവട്ട പിടിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ കടിഞ്ഞാറിട്ടതുപോലെ മൂക്കുവരെ അല്ലെങ്കിൽ ചെവി വരെ ഇങ്ങനെ പല
അളവിൽ ഇവിടം വരെ വിയർപ്പിൽ മുങ്ങിക്കിടക്കുന്ന ആളുകൾ പരലോകത്ത് അത്തരം ഒരു സാഹചര്യം വരാനുണ്ട് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഭൂമിയിൽ 70 മുഴത്തോളം ഈ വിയർപ്പ് ഭൂമിയിൽ ആണ്ടുകിടക്കും എന്നും മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അപ്പൊ നമുക്ക് എത്രയാണ് വിയർപ്പ്? ആരുടെ വിയർപ്പാണ്? പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആളുകളുടെ വിയർപ്പിന്റെ അളവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിക്കുന്നത്. അപ്പൊ നോക്കൂ, ദുനിയാവിലെ വിയർപ്പ് ഒരു വിയർപ്പാണോ? അല്ല. അതിനേക്കാൾ വലിയ വിയർപ്പിൽ നിന്ന്, അതിനേക്കാൾ വലിയ ചൂടിൽ നിന്ന്, അതിനേക്കാൾ വലിയ പൊടിപടലത്തിൽ നിന്ന് പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഭൂമിയിലെ പർവ്വതങ്ങൾ മുഴുവൻ പൊടിയാക്കി, ധൂളികളാക്കി, വിതറപ്പെട്ട് പറപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് വിവിധ ആയത്തുകളിലൂടെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ റമദാനിന്റെ നാളുകൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. സൂറത്ത് തൗബയിലെ 81-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ചരിത്രം വിശദീകരിക്കുന്നു. എന്താണ് ആ യുദ്ധം? ചൂട് പിടിച്ച ഇതുപോലെ ചൂടിന്റെ ഒരു കാലത്തായിരുന്നു കുറേയേറെ ദൂരം യാത്ര ചെയ്തു പോകേണ്ടുന്ന മുസ്ലിങ്ങളുടെ ചരിത്രത്തിൽ ദീർഘയാത്ര നടത്തി ചെയ്തിട്ടുള്ള ഒരു യുദ്ധം. എന്നാൽ പഴങ്ങളൊക്കെ കാരകമെടുക്കുന്ന കാലമാണല്ലോ, പഴങ്ങൾ പറിച്ചെടുക്കുന്ന കാലവുമാണ്. കുറെ ആളുകൾ ചൂട് കാരണത്താൽ, വേറെ ചില ആളുകൾ പറിക്കുന്ന സീസൺ എന്നുള്ള നിലക്കും പല കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് പിന്തിനിന്ന ആളുകൾക്ക് തൽക്കാലത്തേക്ക് ആശ്വാസമുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകനെതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിന് പോകാതെ പിന്തിരിഞ്ഞ് നാട്ടിൽ താമസിച്ച ആളുകൾ സന്തോഷിച്ചു. എന്താ? യുദ്ധത്തിന് പോയില്ലല്ലോ, ചൂട് അനുഭവിക്കണമല്ലോ, പഴം തിന്നാണല്ലോ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരവും സ്വത്തും ഉപയോഗിച്ച് ധർമ്മസമരം നടത്തുന്നതിനെ അവർ വെറുക്കുകയും ചെയ്തു. അവർ ആളുകളോട് പോയില്ല എന്ന് മാത്രമല്ല, ബാക്കിയുള്ള ആളുകളോട് ഉപദേശിച്ചു, പോകല്ലേ, ഭയങ്കര ചൂടാ അല്ലെ. നമ്മൾ പറയും പള്ളി പോട്ടെ, ഭയങ്കര ചൂടാ, നമ്മൾ നിസ്കരിക്കുക. നോമ്പ് നോറ്റ് പണിയെടുക്കണം, എങ്ങനെ നോമ്പ് എന്നാ പോട്ടെ, ഒഴിവാക്കാം. ഇങ്ങനെ പലതിനും നമ്മൾ പിന്നോട്ട് പോകുന്നു. ഇത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിനുള്ള പുറപ്പാട്. ചില പോകാത്ത ആളുകൾ പോകുന്നവരോട് വിലക്കി, എന്താ 50 ഡിഗ്രി ചൂടാൻ പോകരുത്, ഈ ചൂടിൽ യാത്ര ചെയ്യണ്ട, പുറപ്പെടണ്ട. പക്ഷെ അള്ളാഹു അവരോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. ഈ മറുപടി നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകണം. നബിയെ, യുദ്ധത്തിന് പോകാത്ത ആളുകൾ, പോകുന്നവരെ മുടക്കിയ ആളുകൾ, അവരോട് നബിയെ താങ്കൾ പറഞ്ഞേക്കുക, നരകത്തിലെ ചൂടെന്ന് പറയുന്നത് 50 ഡിഗ്രി അല്ല, 50 × 70. എത്ര കണക്ക് കൂട്ടി നോക്കൂ. അശദ്ദു ഹർറൻ, വളരെ കഠിനമായ ചൂടാണ് നരകത്തിൽ വരാൻ പോകുന്നത്. ആ ചൂട്, ഈ ചൂട് അനുഭവിച്ച് അള്ളാഹുവിന്റെ നിയമത്തിന് ഉള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കാൻ തയ്യാറല്ലെങ്കിൽ ഇതിന്റെ 70 ഇരട്ടി വരാൻ പോകുന്ന നരകത്തിലെ ചൂട് അനുഭവിക്കേണ്ടി വരും എന്ന താക്കീത് അവർക്ക് നൽകിയേക്കുക എന്ന മറുപടിയാണ് പ്രവാചകനിലൂടെ ഈ ആളുകൾക്ക് അള്ളാഹു നൽകിയത്. സൂറത്ത് തൗബ 81-ാമത്തെ വചനം. സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ നിസ്സാരമായി തോന്നാവുന്നതാണെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ വിലപ്പെട്ട കൽപ്പനകളാണ്. ആ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് മനസ്സിനെ എല്ലാവിധ തിന്മകളിൽ നിന്നും ശുദ്ധീകരിച്ച് സംസ്കരിച്ചെടുക്കുവാനുള്ള അള്ളാഹു നൽകിയിട്ടുള്ള ഈ അവസരത്തെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു അതിന് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാല വഅദ്ദ അൽ-അമാന ഒരിക്കൽ കൂടി അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ഉപദേശിക്കുന്നു. ഏത് അവസരവും വിശ്വാസികൾ ഉപയോഗിക്കേണ്ടതുണ്ട്. എന്നാൽ റമദാൻ അത് പുണ്യങ്ങളുടെ പൂക്കാലം എന്ന് നമ്മൾ പറയാറുണ്ട്. പ്രവാചകന്റെ ഹദീസുകളിൽ നന്മകൾ വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചു മലക്കുകൾ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയൽ ശർ അഖ്സിർ അല്ലെങ്കിൽ അംസിക്, ഇങ്ങനെ വിളിച്ചു പറയാത്ത ഒരു ദിവസവും ഉണ്ടാവുകയില്ല എന്നാൽ നന്മ തേടുന്ന മനുഷ്യ അഖ്ബിൽ, മുന്നോട്ട് വാ, മുന്നോട്ട് വാ, നിനക്കുള്ള സമയമാണ്. ഇവിടെ കൃഷി ചെയ്തോ, പരലോകത്തേക്കുള്ളത് വിളവെടുപ്പ് അവിടെയാണ്. വയാ ബാഗിയൽ ശർ, തിന്മ
കേൾക്കുന്ന മനുഷ്യ അക്സിർ, നീ അതിൽ നിന്ന് പിന്നോട്ട് പോവുക, അല്ലെങ്കിൽ അംസിക്, ആ തിന്മയെ നീ പിടിച്ചു വെക്കുക, ചെയ്യാതിരിക്കുക എന്ന് മലക്ക് വിളിച്ചു പറഞ്ഞ് നമ്മെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ഇതില്ലാത്ത ഒരു ദിവസവും റമദാനിൽ ഇല്ല എന്ന് സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. എല്ലാ തരത്തിലുള്ള നന്മകളിലേക്കും മുന്നേറാൻ നമ്മൾ ശ്രമിക്കണം. കൂട്ടത്തിൽ രണ്ട് കാര്യം ഓർമ്മപ്പെടുത്തുന്നത്: ഒന്ന്, സക്കാത്തുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. നല്ല ഒരു സംഖ്യ ഈ പ്രദേശത്ത് നിന്ന് വർഷം തോറും സക്കാത്തായി ആളുകൾ നൽകാറുണ്ട്. അത് അർഹിക്കുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട്. ആ സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ സമയമില്ല. സക്കാത്ത് ഇതൊരു ആർക്കോ വേണ്ടി നൽകേണ്ടതല്ല, മറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് 4 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം തന്റെ ധനത്തെ കുറിച്ചാണ്. എവിടുന്ന് കിട്ടി, എവിടുന്ന് ചെലവാക്കി. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സ്വത്തിന്റെ മുഴുവൻ കണക്കും അള്ളാഹുവിന്റെ മുമ്പിൽ പരലോകത്ത് പറയാതെ ഒരടി കാല് മുന്നോട്ട് നീക്കുകയാണ്. ആരെങ്കിലും കണിശമായ വിചാരണക്ക് വിധേയമാക്കപ്പെട്ടാൽ അവൻ നശിച്ചത് തന്നെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പൊ കിട്ടിയ കാശിന് കൃത്യമായ കണക്ക്, വെറുതെ ഫയൽ കാണിച്ച് അന്ന റെഡി പോയിക്കോ, അങ്ങനെ പോകുന്ന കുറെ ആളുകളുണ്ട് വിചാരണയില്ലാതെ. എന്നാൽ ആരെങ്കിലും കൂലങ്കഷമായ കണക്ക് പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെട്ടാൽ എങ്ങനെ കിട്ടി, എത്ര കൊടുത്തു, എന്താക്കി, ഓരോ ബിൽസിനും കണക്ക് പറയാം. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി പരിശോധിക്കുക. എല്ലാവരും നമുക്ക് കണക്കുണ്ടാവും, പക്ഷേ സക്കാത്ത് കൊടുക്കേണ്ടത് മാത്രം കയ്യിൽ കണക്കില്ല. അതുണ്ടാകണം. കൃത്യമായ ഒരു കണക്ക്, എത്ര കിട്ടി, എന്റെ വരുമാനം എന്താ, എന്റെ ചെലവെന്താ, ചെലവുകൾ, അത്യാവശ്യം ചെലവ് കഴിച്ച് ഞാൻ എത്ര പണത്തിന് സക്കാത്ത് കൊടുക്കാറുണ്ട്, ആരുടെ കയ്യിലാ സഹോദരന്മാരെ അങ്ങനെ കണക്കുള്ളത് വേണം. നമുക്കൊരു പ്രതിജ്ഞ വേണം. അങ്ങനെ ഒരു കണക്കിലേക്ക് നമ്മൾ പ്രവേശിക്കണം. ഇനി ഇല്ലെങ്കിൽ അത് നമ്മൾ തുടങ്ങുക. ആ കണക്കിന്റെ അടിസ്ഥാനത്തിൽ സംഭാവന കൊടുക്കുന്നത് വല്ല 5 ദിനാർ എഴുതിക്കോ 10 എഴുതിക്കോ, അത് സംഭാവനയാണ്, അത് സക്കാത്തല്ല. മറിച്ച് കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര കൊടുക്കാനുണ്ട് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് അത് ഒരു കൃത്യമായ ബോധ്യത്തോടു കൂടി ഓരോ ബിൽസും തീർത്ത് ബില്ലടക്കുന്നത് പോലെ അടക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തേത്, നാട്ടിൽ സാധുക്കളായ ആളുകളെ നോമ്പ് തുറപ്പിക്കാനുള്ള ഇഫ്താർ ഫണ്ടാണ്. അതിന്റെയും പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ ഇരട്ടി പ്രതിഫലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുന്നത്. നോമ്പ് നോറ്റ കൂലിയും തുറപ്പിച്ചവന്റെ കൂലിയും ഇരട്ട പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മം. ഒരുപക്ഷെ ഇവിടെ നമുക്ക് സാഹചര്യം ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ അർഹിക്കുന്ന ഒരുപാട് സാധുക്കളായ ആളുകൾ ഇവിടെ നിന്ന് പിരിച്ചയക്കുന്ന പണം നാട്ടിൽ അത് ഉപയോഗിച്ച് നോമ്പ് നോൽക്കുകയും തുറക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കഴിയുന്ന ആളുകൾ അത്തരം എല്ലാ വിഷയങ്ങളിലും സഹകരിക്കണം എന്ന് ഉണർത്തുകയാണ്. മൂന്നാമത്തെ വിഷയം, നാട്ടിലെ പ്രഗത്ഭ പണ്ഡിതനും കേരള ഹിദായത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ AP അബ്ദുൽ ഖാദിർ മൗലവി വളരെ പ്രയാസകരമായ അവസ്ഥയിൽ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കഴിയുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗം സുഖപ്പെടുത്തി കൊടുക്കുകയും ദീർഘായുസ് പ്രദാനം ചെയ്യുകയും ഇനിയും ഈ തൗഹീദി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുവാനുള്ള ആരോഗ്യം അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുവാനാകട്ടെ. നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അള്ളാഹുവെ, ഈ റമദാനിനെ വരവേൽക്കുവാനും അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി നരകമുക്തി ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടുവാനും അള്ളാഹുവെ ഞങ്ങൾക്ക് ഇനി അവസരവും ആരോഗ്യവും പ്രദാനം ചെയ്യണം റഹ്മാനെ. വിഷമിക്കുകയും രോഗം കൊണ്ട് കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവെ അവരുടെ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ദൂരീകരിച്ച് ആഫിയത്ത് നൽകി അവരെയും നോമ്പ് അനുഭവിക്കുവാനും അത് ആസ്വദിക്കുവാനുമുള്ള തൗഫീഖ് അവർക്ക് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة